അപ്പോൾ ഇന്നേ കുറച്ച് മാന്തൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നാത്തൂനൊരു കുഞ്ഞ് ഇടിച്ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടിച്ചക്ക മുതിരയും ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നമ്മൾ മാന്തൽ കറി വെക്കാമെന്ന് വിചാരിച്ചു. മാന്തൽ മുളകിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മുതിര വേഗം കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടിച്ചക്ക ചെറുതാണെങ്കിൽ നല്ല ഉറപ്പിട്ട, വലുതാണെങ്കിൽ പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും, ചെറുത് ഭയങ്കര ഉറപ്പ്. അത് തോലെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുതിര വേവുമ്പോൾ അതിലേക്ക് ഇടാലോ. അപ്പോൾ പിന്നെ മാന്തൽ നന്നാക്കട്ടെ. മാന്തൽ കുറച്ച് തന്നെയുള്ളൂ. അപ്പോൾ രജുവിന് ഇന്നൊരു അടിയന്തരം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മീനാണ് കേട്ടോ മാന്തൽ. അപ്പം നമ്മുടെ ചട്ടിയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്ത് 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് അതും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തക്കാളി ചെറുതാക്കി അതും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കുക കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള കറിയാണ്. വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡി. ഞാൻ ഈ മീനൊന്നും ഉച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉച്ചയ്ക്ക് ചോറല്ല ഉണ്ടത്, ഞാൻ കഞ്ഞിയാണ് കുടിച്ചത്. ഉച്ചയ്ക്ക് മുതിരയും വെന്ത് വന്നപ്പോഴേക്ക് ആ മണം വന്നപ്പോൾ എനിക്ക് ഗുരുവായൂരത്ത് ഓർമ്മ വന്നുട്ടാ. ഗുരുവായൂർ ഉത്സവത്തിന് നമ്മൾ കഞ്ഞി കുടിക്കും, ആ ഒരു ഓർമ്മ വന്നുട്ടാ. അപ്പം ഞാൻ മീൻകറിയും ചോറൊക്കെ അവിടെ വെച്ചു. ഞാൻ കഞ്ഞിയാണ് എടുത്തത്. പിന്നെ 2-3 പപ്പടം വറുത്തു. പിന്നെ കുറച്ച് അച്ചാറുണ്ടായിരുന്നു, അതും കൂടിയിട്ടാണ് ഞാൻ കഞ്ഞി കുടിച്ചത്. ഏകദേശം നമ്മുടെ ഉത്സവത്തിൻ്റെ സമയം ആവാറായിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിയൊക്കെ കിട്ടാറായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എത്ര നമ്മളിവിടെ ഉണ്ടാക്കിയാലും ഗുരുവായൂരത്തെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ.